റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് കൺകറന്റ്ലി എക്സിക്യൂഷന്റെ സമയത്ത്, അതായത് രണ്ട് ടൈപ്പിലുള്ള പ്രോസസ്സ് ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. രണ്ട് ടൈപ്പിലുള്ള പ്രോസസ്സ് ഉണ്ട്, കോഓപ്പറേറ്റിംഗ് പ്രോസസ്സും ഉണ്ട്, ഇൻഡിപെൻഡന്റ് പ്രോസസ്സും ഉണ്ട്. ഇൻഡിപെൻഡന്റ് പ്രോസസ്സിന്റെ കേസിനകത്ത് ഒരു പ്രശ്നമൊന്നുമില്ല, കാരണം അവർ ഡേറ്റ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, ബട്ട് കോഓപ്പറേറ്റീവ് പ്രോസസ്സിന്റെ കേസിനകത്ത് നമുക്ക് എന്താണ്, കോമൺ ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോമൺ ഡേറ്റ ഷെയർ ചെയ്യുമ്പോൾ കൺകറന്റ് എക്സിക്യൂഷനകത്ത് എന്തിനുള്ള ചാൻസ് ഉണ്ട്, അവിടെ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റേസ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ഒക്കെ പറഞ്ഞത് അല്ലെ. അപ്പൊ റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ, കൺകറന്റ്ലി ഒരേ സമയത്ത് കോഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സ് ഒരേ ഡേറ്റയെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ നടത്തുന്ന ഓർഡറിനനുസരിച്ച് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരാം. ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഡർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എന്ത്, റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞേ. അപ്പൊ റേസ് കണ്ടീഷൻ നമ്മൾ പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ സഹിതമാണ് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എക്സാമ്പിൾ സഹിതം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ നിന്ന് ഇട്ടിരിക്കുന്ന കണ്ടീഷൻസ് ഫോർ ക്രിട്ടിക്കൽ സെക്ഷൻ ആണ്. ക്രിട്ടിക്കൽ സെക്ഷന് ഏതൊക്കെ നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ്, ഏതൊക്കെയായിരുന്നു കണ്ടീഷന്, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് ഏതായിരുന്നു, ഓർക്കുന്നുണ്ടോ? മൂന്നെണ്ണല്ലേ നമ്മൾ പറഞ്ഞത്, ഏതൊക്കെയായിരുന്നു, മറന്നുപോയി എല്ലാം. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ മറന്നോ? ഏതൊക്കെയായിരുന്നു? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ്, ഇത് മൂന്നായിരുന്നു പറഞ്ഞേ. ഇത് പഠിക്കണം. ഓക്കെ ആണോ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറിയാൽ വേറൊരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ പറ്റരുത് എന്നുള്ളതാണ് എന്ത്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സ് മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂഷൻ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് എന്ത്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. പ്രോഗ്രസ് എന്തായിരുന്നു പറയുന്നത്, ഇപ്പൊ ഒരു പ്രോസസ്സിംഗ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇല്ല, കുറെ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ആരാണ് റിമൈൻഡർ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നില്ലാത്ത പ്രോസസ്സ് എന്ത് ചെയ്യണം, ഏത് പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണം എന്ന് പെർമിഷൻ കൊടുക്കാം. ഓക്കെ, വേറൊരു പ്രോസസ്സിന് അതിനുള്ള റൈറ്റ്സ് ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് പ്രോഗ്രസ്. ദെൻ മൂന്നാമത്തെന്ന് പറയുന്നത് ബൗണ്ടഡ് വെയിറ്റിംഗ്. ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറയുന്നത് ആ എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ളതിന് അതിന് ഒരു ബൗണ്ട് ഉണ്ടായിരിക്കണം. അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതാണ് എന്തെന്ന് പറയുന്നത്, ബൗണ്ടഡ് വെയിറ്റിംഗ്. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മൂന്ന് കണ്ടീഷൻ എന്ത് ചെയ്യണം, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്താണ്, റേസ് കണ്ടീഷൻ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ എന്താണ്, സിൻക്രണൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യത്തെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പഠിച്ചായിരുന്നല്ലേ, പീറ്റർസൺ സൊല്യൂഷൻ നോക്കിയില്ലായിരുന്നോ? പീറ്റേഴ്സൺ സൊല്യൂഷൻ നോക്കിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, പറഞ്ഞായിരുന്നോ? ഇത് രണ്ട് പ്രോസസ്സുകളുടെ കേസിൽ ഈ പീറ്റേഴ്സൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. ക്ലാസിക്കൽ ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സൊല്യൂഷൻ ആയിരുന്നു. ഇതിനകത്ത് നമുക്ക് രണ്ട് പ്രോസസ്സിന്റെ കേസ് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നോ? ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അസൈൻമെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുമ്പോൾ, അതായത് ഇപ്പൊ PI എന്ന് പറയുന്ന പ്രോസസ്സാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്നതെങ്കിൽ PJക്ക് എന്ത് കൊടുക്കും, ടേൺ കൊടുക്കുമായിരുന്നു. ഓക്കെ, PJക്ക് ടേൺ കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു എത്ര സെക്ഷൻ ഉണ്ടെന്നാ പറഞ്ഞ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മള് അത് ഓർക്കുന്നോ? ഫസ്റ്റ് ഒരു എൻട്രി സെക്ഷൻ ഉണ്ട്. ആ എൻട്രി സെക്ഷൻ സാറ്റിസ്ഫൈ ചെയ്ത ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ആ അടുത്ത പ്രോസസ്സിന് കയറണമെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത പ്രോസസ്സിന് നമ്മളിവിടെ ടേൺ അല്ലെങ്കിൽ ഫ്ലാഗ് നമ്മൾ കൊടുത്തിട്ടാണ് എന്ത് ഫോൾസ് ആക്കിയിട്ട് വെളിയിൽ ഇറങ്ങാം. എൻട്രി സെക്ഷനിൽ എന്താണോ ട്രൂ ആക്കുന്നത് അത് എന്ത് ചെയ്യണം, എക്സിറ്റ് സെക്ഷനിൽ ഫോൾസ് ആക്കിയിട്ട് വേണം ഇറങ്ങി വരാൻ. എന്നാൽ മാത്രമേ അടുത്ത പ്രോസസ്സിന് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് നമ്മൾ പീറ്റേഴ്സൺ സൊല്യൂഷനകത്ത് പറഞ്ഞത്. ഇനി അടുത്തത് വരുന്നത് ഹാർഡ്വെയർ സൊല്യൂഷൻസ് ആയിരുന്നു, ടെസ്റ്റ് ആൻഡ് സെറ്റ്. ഇത് ഹാർഡ്വെയർ സൊല്യൂഷൻ. നമ്മൾ സോഫ്റ്റ്വെയർ സൊല്യൂഷനകത്ത് പീറ്റേഴ്സൺ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിനകത്ത് പീറ്റേഴ്സൺ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ ഹാർഡ്വെയർ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഇത് പറയണോ അതോ മറ്റിലേക്ക് പോകണത്? ഇത് പറഞ്ഞാൽ നമുക്ക് 2 ക്ലാസ്സിൽ തീരുമോന്ന് അറിയില്ല. ഡെഡ് ലോക്കിലോട്ട് പോയിട്ട് തിരിച്ചും കൂടെ വന്നാലോ? ഓക്കെ, ഡെഡ് ലോക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലെ, വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പം ഓക്കെ, താങ്ക് യു. ഓക്കെ, ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റിലാണ് ഈ ഡെഡ് ലോക്ക് ഉണ്ടാവുക.
ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ ഈ ഒരു ഫിഗർ കാണിച്ചിട്ട് തന്നെ പറയാം. ഓക്കെ, അതായത് ഒന്നിലധികം പ്രോസസ്സ് ഒരേ റിസോഴ്സിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഡെഡ് ലോക്ക് ഉണ്ടാവുക. ഓക്കെ, എന്താണ്? ഒന്നിലധികം പ്രോസസ് സെയിം റിസോഴ്സസിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഇവിടെ ഇപ്പോൾ പ്രോസസ് 1 ഉണ്ട്, പ്രോസസ് 2 ഉണ്ട്, രണ്ട് പ്രോസസ് ഉണ്ട്, റിസോഴ്സ് 1 ഉണ്ട്, റിസോഴ്സ് 2 ഉണ്ട്. കാണാലോ നിങ്ങൾക്ക് ഫിഗർ കാണാലോ അല്ലേ? ഓക്കെ, പ്രോസസ് 1 ഉണ്ട്, പ്രോസസ് 2 ഉണ്ട്, റിസോഴ്സ് 1 ഉണ്ട്, റിസോഴ്സ് 2 ഉണ്ട്. ഓക്കെ, ഇവിടെ പ്രോസസ് 1 എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് റിസോഴ്സ് 1 എന്ന് പറയുന്ന റിസോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? പ്രോസസ് 1 റിസോഴ്സ് 1നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് അത് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോസസ് 1 എന്ന് പറയുന്നത് റിസോഴ്സ് 1 യൂസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് പ്രോസസ് 2 എന്ന് പറയുന്നത് റിസോഴ്സ് 1ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? പ്രോസസ് 1 റിസോഴ്സ് 1നെ യൂസ് ചെയ്യുന്നു, പ്രോസസ് 2 എന്ന് പറയുന്നത് ആ റിസോഴ്സ് 1ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. എപ്പോഴാണ് പ്രോസസ് 2ന് ആ റിസോഴ്സ് 1 കിട്ടുള്ളൂ? എപ്പോഴേ കിട്ടുള്ളൂ? പ്രോസസ് 1 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിസോഴ്സ് 1നെ വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോസസ് 2ന് റിസോഴ്സ് 1നെ കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? അതുപോലെ തന്നെ പ്രോസസ് 1 എന്ന് പറയുന്നത് റിസോഴ്സ് 2ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. പക്ഷെ റിസോഴ്സ് 2 എന്ന് പറയുന്നത് ആര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രോസസ് 2 യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? ഇപ്പൊ പ്രോസസ് 1 കംപ്ലീറ്റ് ചെയ്യില്ല, പ്രോസസ് 2 കംപ്ലീറ്റ് ഇല്ല, രണ്ടിന്റെയും കംപ്ലീഷൻ നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഡെഡ് ലോക്ക്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഏതെങ്കിലും ഒരു പ്രോസസ്സിന് ഇപ്പൊ പ്രോസസ് 1ന് റിസോഴ്സ് 1ഉം വേണം, റിസോഴ്സ് 2ഉം വേണം. റിസോഴ്സ് 1 യൂസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസോഴ്സ് 2ന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. പക്ഷെ പ്രോസസ് 2 ആക്ച്വലി എന്താ ചെയ്യുന്നത്? റിസോഴ്സ് 1 റിസോഴ്സ് 2 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, റിസോഴ്സ് 1ന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു. പ്രോസസ് 1 തൊട്ട് വിട്ടു കൊടുക്കുകയില്ല, പ്രോസസ് 2 തൊട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രോസസ് 2 വിട്ടു കൊടുക്കില്ല, പ്രോസസ് 1നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പറയുന്ന പേരാണ് ഇത് ഡെഡ് ലോക്ക്. പറഞ്ഞു മനസ്സിലായോ? ഡെഡ് ലോക്ക് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി മൾട്ടി പ്രോഗ്രാംഡ് എൻവയോൺമെന്റ് സെവറൽ പ്രോസസ് മേ കോമ്പീറ്റ് ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് റിസോഴ്സസ്. ഓക്കെ, കുറെ പ്രോസസ്സ് നമ്പർ ഓഫ് റിസോഴ്സസിന് വേണ്ടിയിട്ട് മത്സരിക്കും. ഓക്കെ, എ പ്രോസസ് റിക്വസ്റ്റ് റിസോഴ്സസ്, ഒരു പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കും. ഇഫ് ദ റിസോഴ്സസ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദാറ്റ് ടൈം, ആ ടൈമിൽ ആ റിസോഴ്സസ് എന്ന് പറയുന്ന അവൈലബിൾ അല്ല, അപ്പൊ ദ പ്രോസസ് എൻറ്റേഴ്സ് എ വെയിറ്റിംഗ് സ്റ്റേറ്റ്. പ്രോസസ് എന്ത് ചെയ്യേണ്ടി വരും? ആ റിസോഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. സംടൈംസ് എ വെയിറ്റിംഗ് പ്രോസസ് ഈസ് നെവർ അഗെയിൻ ഏബിൾ ടു ചേഞ്ച് സ്റ്റേറ്റ്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും അല്ലെ? ആ സ്റ്റേറ്റ് മാറുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് ദ റിസോഴ്സസ് ഇറ്റ് വാസ് റിക്വസ്റ്റഡ്. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ആ പ്രോസസ് റിക്വസ്റ്റ് ചെയ്ത റിസോഴ്സസ് എന്ന് പറയുന്ന ആർ ഹെൽഡ് ബൈ സം അതർ വെയിറ്റിംഗ് പ്രോസസ്. വേറെ ഏതോ റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ പ്രോസസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. പറഞ്ഞത് മനസ്സിലായോ? P1 R1നെ യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലെ? ആ P1 ഇവിടെ ഇപ്പൊ P1 ഇപ്പൊ യൂസ് ചെയ്യുന്നത് ആരെയാണ്? R1നെ യൂസ് ചെയ്യുന്നു, R2ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. പക്ഷെ R2 P2 യൂസ് ചെയ്യാണ്, P2 R1ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. രണ്ടുപേരും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡെഡ് ലോക്ക് എന്ന് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് എന്താ പറയാ, നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്നതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടാനുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു പോകാം. സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് റിസോഴ്സസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് എ നമ്പർ ഓഫ് കോമ്പീറ്റിംഗ് പ്രോസസ്സ്. അതായത് ഒരു സിസ്റ്റം ആയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പല നമ്പർ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായാലും ഫൈനൈറ്റ് ആണ്, ഇൻഫൈനൈറ്റ് വരത്തില്ലല്ലോ. കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാ, എന്താണ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? റിസോഴ്സസ് CPU ആവാം, പിന്നെന്താ മെമ്മറി ആവാം, IO ഡിവൈസസ് ആവാം, എന്ത് വേണമെങ്കിലും. അതായത് ഈ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള എക്സ്റ്റേണൽ റിക്വയർമെന്റ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ CPU ആവാം, ഫയൽ ആവാം, IO ഡിവൈസസ് ആവാം, മെമ്മറി ആവാം, ഇത് എന്ത് വേണമെങ്കിലും ആവാം റിസോഴ്സസ് എന്ന് പറയുന്നത്. റിസോഴ്സസ് മേ ബി പാർട്ടീഷൻഡ് ഇൻടു സെവറൽ ടൈപ്സ്, ഈച്ച് കൺസിസ്റ്റിംഗ് ഓഫ് സം നമ്പർ ഓഫ് ഐഡന്റിക്കൽ ഇൻസ്റ്റൻസസ്. ആ വാക്കുകൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യണം, ഇൻസ്റ്റൻസസ്. അതായത് ഇപ്പൊ ഞാൻ പറയാ, ഞാൻ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് 2 CPU ഉണ്ട്.
ഓക്കെ, എന്താണ് ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം മോഡൽ, ആ മോഡലിനകത്ത് 2 CPU ഉണ്ട് എന്ന് പറഞ്ഞാൽ CPU എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ആണ്, അതിന് 2 ഇൻസ്റ്റൻസ് ഉണ്ടെന്നാണ് അർത്ഥം. പിടികിട്ടോ? ഇപ്പൊ രണ്ട് എന്താ പ്രിന്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രിന്ററിന് 2 ഇൻസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് കീബോർഡ് 5 ഉണ്ടെന്ന് പറഞ്ഞാൽ 5 ഇൻസ്റ്റൻസ് ഓഫ് കീബോർഡ് എന്നാണ്. മനസ്സിലായോ? ഓരോ റിസോഴ്സസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരെണ്ണമായിരിക്കും ഉണ്ടാവുക, ചിലത് എന്താണ് മൾട്ടിപ്പിൾ ഉണ്ടാവാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, CPU സൈക്കിൾസ്, ഫയൽസ് ആൻഡ് IO devices are examples of resource type. Resources എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആവാമെന്ന്. If a system has 2 CPUs, then the resource type CPU has 2 instances. നമ്മുടെ സിസ്റ്റത്തിനകത്ത് 2 CPU ഉണ്ടെങ്കിൽ റിസോഴ്സ് ടൈപ്പ് CPU എന്ന് പറയുന്ന റിസോഴ്സ് ടൈപ്പിനകത്ത് 2 ഇൻസ്റ്റൻസ് ഉണ്ടെന്ന് പറയും. എ പ്രോസസ് മസ്റ്റ് റിക്വസ്റ്റ് എ റിസോഴ്സ് ബിഫോർ യൂസിങ് ഇറ്റ് ആൻഡ് മസ്റ്റ് റിലീസ് ദ റിസോഴ്സ് ആഫ്റ്റർ യൂസിങ് ഇറ്റ്. ഓക്കെ, അതെന്താണ്, ഒരു പ്രോസസ്സിന് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരു റിസോഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ പ്രോസസ് റിക്വസ്റ്റ് കൊടുക്കണം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം, മസ്റ്റ് ആയിട്ടും അതിനെ വിട്ടുകൊടുത്തിരിക്കണം, റിലീസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കണം, അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, റിലീസും ചെയ്യണം. ഓക്കെ, എ പ്രോസസ് മേ റിക്വസ്റ്റ് ആസ് മെനി റിസോഴ്സസ് ആസ് ഇറ്റ് റിക്വയർസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് ടാസ്ക്. ഒരു പ്രോസസ്സിന് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര റിസോഴ്സസ് വേണോ അത്രയും റിസോഴ്സസിന് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് കൊടുക്കാം. Okay, obviously the number of resources requested may not exceed the total number of resources available in the system. എന്ത് മാത്രമാണ് അവിടെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ ടോട്ടൽ CPU 5 എണ്ണം ഉള്ളൂ എങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സസിന്റെ എണ്ണം 5 കൂടിപ്പോയാൽ പറ്റുമോ? ഇല്ല. അത് മാത്രമാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റിസോഴ്സസ് എത്രയാണോ അതിനേക്കാളും കൂടുതലാകാൻ പാടില്ല റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും പോയിന്റ്സ് കിട്ടിയോ? ഇനി മൂന്ന് സീക്വൻസ് ആണ്, 3 പ്രോസസ് സീക്വൻസ് പറയാണ്. ഒന്ന് റിക്വസ്റ്റ്. ഓക്കെ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോസസ്സിന് ഒരു റിക്വസ്റ്റിനെ ആവശ്യമുണ്ടെങ്കിൽ പ്രോസസ്സ് എന്ത് ചെയ്യണം, ആദ്യമേ റിക്വസ്റ്റ് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യാം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാം അതിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അത് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ എന്താണ്, ആ യൂസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, അതിനെ റിലീസ് ചെയ്യണം. ഇത് 3 സ്റ്റെപ്പാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, പ്രോസസ്സ് എന്ത് ചെയ്യണം, ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിനെ യൂസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ 3 സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? നെസസറി കണ്ടീഷൻസ് ഫോർ ഡെഡ്ലോക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഡെഡ്ലോക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഡെഡ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നെസസറി കണ്ടീഷൻസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള ഡെഡ്ലോക്കിന്റെ മുഴുവനും വരുന്നത് കേട്ടോ. ഈ 4 പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഡെഡ്ലോക്ക് ഫുള്ള് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഈ 4 പോയിന്റ്സ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാസ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നെസസറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഡെഡ്ലോക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രോസസ്സിനും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ സിസ്റ്റത്തിലുള്ള ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഓരോ പ്രോസസ്സും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്താലല്ലേ വിട്ടുള്ളൂ. അതിന് വേറെ പ്രോസസ്സിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വേറെ ആരെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു എന്താണ്, ആ ഒരു എന്താ പറയാ, ഒരു പ്രോസസ്സിനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ഡെഡ്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു സിസ്റ്റത്തില് ഡെഡ്ലോക്ക് ഉണ്ടാവണമെങ്കിൽ 4 കണ്ടീഷൻസും അവിടെ മസ്റ്റ് ആയിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം പോരാ. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പോരാ, ഏതെങ്കിലും 2 എണ്ണം പോരാ, ഏതെങ്കിലും 3 എണ്ണം പോരാ. 4 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അവിടെ ഡെഡ്ലോക്ക് ഉണ്ടെന്ന്. ഓക്കെ ആണോ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ല കേട്ടോ, 4 കണ്ടീഷനും കൂടെ ഒരുമിച്ച് ഹോൾഡ് ചെയ്താലേ എന്ത് പറ്റുള്ളൂ, ഡെഡ്ലോക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. നമുക്കറിയാം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് എ ടൈം ഒരാൾ എന്നുള്ള മീനിങ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 റിസോഴ്സ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ എ നോൺ ഷെയറബിൾ മോഡ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് ഒരു റിസോഴ്സ് എങ്കിലും എങ്ങനെയായിരിക്കണം, നോൺ ഷെയറബിൾ മോഡിലായിരിക്കണം. ഓക്കെ, ഷെയറബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം,
എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു റിസോഴ്സ് എങ്കിലും എങ്ങനെയായിരിക്കണം, നോൺ ഷെയറബിൾ മോഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ് ഈസ് only one process at a time can use the resource. ഓക്കെ, അതായത് ആ ഒരു റിസോഴ്സിനെ ഒരു പ്രോസസ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷെയറബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പ്രോസസ്സിനെ ആക്സസ് ചെയ്യാം അല്ലെ, ഒന്നിൽ കൂടുതൽ പ്രോസസ്സിനെ ആക്സസ് ചെയ്യാന്നാണല്ലോ. അങ്ങനെ ആയിരിക്കരുത്. അറ്റ്ലീസ്റ്റ് വൺ റിസോഴ്സ് എങ്കിലും, ഒരു റിസോഴ്സ് എങ്കിലും എങ്ങനെയായിരിക്കണം, നോൺ ഷെയറബിൾ മോഡ് ആവണം എന്നുള്ളതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറയുന്നത്. If only one process at a time can use the resource. If another process requests the resource, the requesting process must be delayed until the resource has been released. അതെന്താ പറയുന്നത്, ഇപ്പോ ഒരു നോൺ ഷെയറബിൾ ആണ് ഒരു റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ പറയാം, CPU എന്ന് പറയുന്നത് ഷെയറബിൾ അല്ല. ഓക്കെ, അപ്പൊ എന്താണ്, ഫസ്റ്റ് ആദ്യമേ P1 P2 രണ്ട് പ്രോസസ് ഉണ്ട്. P1 CPU വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, P1 CPU വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു, P1 CPU കൊടുത്തു. CPU കൊടുത്തു കഴിഞ്ഞാൽ P2 റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, P1 കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മനസ്സിലായോ? ഷെയറബിൾ ആവരുത്. ഒരു റിസോഴ്സ് എങ്കിലും എങ്ങനെയായിരിക്കണം, നോൺ ഷെയറബിൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രമേ ആ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ? അടുത്ത രണ്ടാമത്തെ ഹോൾഡ് ആൻഡ് വെയിറ്റ്. ആ വാക്കിൽ തന്നെ ഉണ്ട് ഹോൾഡ് വെയിറ്റ്. അതെന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, P1 നമ്മൾ ആ എക്സാമ്പിൾ പറഞ്ഞില്ലേ, P1 എന്ന് പറയുന്നത് R1നെ ഹോൾഡ് ചെയ്യുന്നു, എന്നിട്ട് എന്താണ് R2ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. മനസ്സിലായി? ഒരു പ്രോസസ്സ് ഒരു റിക്വസ്റ്റിനെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുക, യൂസ് ചെയ്തോണ്ടിരിക്കുന്നു, എന്നിട്ട് എന്താണ് വേറൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട്, വേറൊരു റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പ്രോസസ് അല്ല റിസോഴ്സ്, പ്രോസസ്സും റിസോഴ്സും മാറിപ്പോവരുതേ. എന്താണ്, ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് ഹോൾഡ്. ഓക്കെ, ഇനി അതെന്താണ്, വേറൊരു റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ റിസോഴ്സ് ആര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, വേറെ പ്രോസസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. Okay, a process must be holding at least one resource and waiting to acquire additional resources that are currently being held by some other process. ഒരു പ്രോസസ്സ് എന്താണ്, ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് വെയിറ്റിംഗ് ടു അക്വയർ അഡീഷണൽ റിസോഴ്സസ്, വേറെ റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ റിസോഴ്സ് ആരാണ്, ദാറ്റ് ആർ കറന്റ്ലി ബീങ് ഹെൽഡ് ബൈ സം അതർ പ്രോസസ്, വേറെ ഏതോ പ്രോസസ് യൂസ് ചെയ്യുന്ന റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. പിടികിട്ടിയോ? ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നോ പ്രിയംഷൻ. ഓക്കെ, പ്രിയംഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു. എവിടെ പഠിച്ചത്? പ്രിയംഷൻ, പ്രിയംറ്റീവ്, നോൺ പ്രിയംറ്റീവ്, എന്തായാലും ഓർക്കുന്നുണ്ടോ? പ്രോസസ്സിലല്ലേ? അതെ, പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനകത്ത് നമ്മൾ SJF ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പ്രിയംറ്റീവ്, SJF, നോൺ പ്രിയംറ്റീവ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ഒന്നുമില്ല, പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇടയ്ക്ക് വെച്ചിട്ട് സ്വിച്ച് ചെയ്ത് പോവാം, നിർത്തി പോകാം അല്ലെ. നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വിട്ടുകൊടുക്കുള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, നോ പ്രിയംഷൻ. അതെന്തായിരിക്കും, റിസോഴ്സസ് കനോട്ട് ബി പ്രിയംപ്റ്റഡ്. അതായത് P1 എന്ന് പറയുന്ന റിസോഴ്സ് R1നെ യൂസ് ചെയ്തോണ്ടിരിക്കുക. P1 R1നെ യൂസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ R1ന് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ P1 എന്ത് ചെയ്യില്ല, ചുമ്മാ അങ്ങ് വിട്ടുകൊടുക്കില്ല. P1ന്റെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് വീഴുള്ളൂ, ആ റിസോഴ്സിനെ വിട്ടുകൊടുക്കുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് നോ പ്രിയംഷൻ. റിസോഴ്സസ് കനോട്ട് ബി പ്രിയംപ്റ്റഡ്. റിസോഴ്സസ് എന്ത് ചെയ്യരുത്, പ്രിയംപ്റ്റ് ചെയ്യരുത്. ദാറ്റ് ഈസ് എ റിസോഴ്സ് ക്യാൻ ബി റിലീസ്ഡ് ഓൺലി വോളണ്ടറിലി by the process holding it after that process has completed its task. ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ എപ്പം മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ, അതിന്റെ കംപ്ലീഷന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനെ വിട്ടുകൊടുക്കുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് നോ പ്രിയംഷൻ. പിടികിട്ടിയോ? അപ്പൊ ആദ്യത്തേത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, രണ്ടാമത്തേത് ഹോൾഡ് ആൻഡ് വെയിറ്റ്, മൂന്നാമത്തേത് നോ പ്രിയംഷൻ. ദെൻ ലാസ്റ്റ് വൺ ഈസ് സർക്കുലർ വെയിറ്റ്. ഓക്കെ, സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇതിപ്പോ ഇങ്ങനെയുള്ളൂ, P1 P2 P3 R1 R2 R3. ഓക്കെ, P1 എന്ന് പറയുന്ന R1നെ യൂസ് ചെയ്തോണ്ടിരിക്കുക. അതാണ് ഈ എഡ്ജ് കേട്ടോ, ഈ എഡ്ജ് കാണിക്കുന്നുണ്ടോ,
ഇങ്ങനെ ഒരു ആരോ മാർക്കിന്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P1 ഈസ് യൂസിങ് R1 എന്നാണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. P1 എന്ന് പറയുന്ന R1നെ യൂസ് ചെയ്യുന്നു എന്നാണ് കേട്ടോ ഇതിന്റെ മീനിങ്. ആരോ മാർക്ക് ഉണ്ടോ, റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോഴ്സിനെ ഈ പ്രോസസ്സ് യൂസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ദെൻ P1 ഈസ് റിക്വസ്റ്റിംഗ്, P1 ആർക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുക, R2ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. R2 ഈസ് യൂസിങ് ബൈ P2. R2 P2 യൂസ് ചെയ്തോണ്ടിരിക്കുക. P2 എന്താണ് R3ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. R3 എന്ന് പറയുന്നത് എന്താണ്, P3 യൂസ് ചെയ്തോണ്ടിരിക്കുക. P3 ആർക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു, R1. R1 ആര് യൂസ് ചെയ്തോണ്ടിരിക്കുക, P1. P1 റിക്വസ്റ്റ് കൊടുത്ത R2ന്. R2 ആര് യൂസ് ചെയ്തോണ്ടിരിക്കുക, P2. ഇത് എന്താണെന്ന് പറഞ്ഞേക്ക് നോക്കിക്കേ, ഒരു സർക്കുലർ വെയിറ്റ് അല്ലെന്ന് നോക്കിക്കേ. ഇങ്ങനെ എന്താണ്, എത്ര നമ്പർ ഓഫ് പ്രോസസ് 10 ആണെങ്കിലും 15 ആണെങ്കിലും ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ വെയിറ്റ് ചെയ്യും അല്ലെ. ഇങ്ങനെ ഒരു സർക്കുലർ വെയിറ്റിംഗ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, നാലാമത്തെ കണ്ടീഷൻ സർക്കുലർ വെയിറ്റ്. Okay, a set P0, P1, etc. Pn of waiting process must exist such that P0 is waiting for a resource held by P1, P1 is waiting for a resource held by P2, P2 is waiting for a resource held by P3, P3 is waiting for a resource held by P4, etc. 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 Pn-1 is waiting for a resource held by Pn and Pn is waiting for a resource held by P0. That is called circular wait. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay, these are the 4 conditions for occurring deadlock. Okay, deadlock ഉണ്ടാവണമെങ്കിൽ ഈ 4 കണ്ടീഷൻസും സൈമൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അവിടെ എന്താണ് ഡെഡ്ലോക്ക്, ആ സിസ്റ്റം എന്ന് പറയുന്നത് ഡെഡ്ലോക്കിലാണെന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. രണ്ടാമത്തേത് ഹോൾഡ് ആൻഡ് വെയിറ്റ്. മൂന്നാമത്തേത് നോ പ്രിയംഷൻ. നാലാമത്തേത് സർക്കുലർ വെയിറ്റ്. 4 കണ്ടീഷൻ മനസ്സിലായോ? ഒന്നാമത്തേത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റിസോഴ്സ് എങ്കിലും എങ്ങനെയായിരിക്കണം, നോൺ ഷെയറബിൾ മോഡിലായിരിക്കണം. രണ്ടാമത്തേത് പറഞ്ഞ ഹോൾഡ് ആൻഡ് വെയിറ്റ്. അത് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്യുന്നു, വേറൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വിട്ടുകൊടുക്കുള്ളൂ. സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പിൽ എന്താണ്, ഓരോ പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഇപ്പൊ 4 മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് ഇതുപോലെ എന്താ പറയാ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മള് ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സിസ്റ്റത്തിന് നമ്മളൊരു ഗ്രാഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെർട്ടക്സും കാണും, എന്തും കാണും, എഡ്ജസും കാണും. ഓക്കെ, ഗ്രാഫ് ജി ഈസ് എ കളക്ഷൻ ഓഫ് വെർട്ടക്സസ് ആൻഡ് എഡ്ജസ്. അങ്ങനെയല്ല നമ്മൾ പറയാം, വെർട്ടീസസിന്റെയും എഡ്ജസിന്റെയും ഒരു കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയാം, ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഗ്രാഫ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ കുറെ പ്രോസസ്സുകളുണ്ട്, കുറെ റിസോഴ്സസുകളുണ്ട്. ഓക്കെ, ഈ റിക്വസ്റ്റ് ഉണ്ട്, യൂസറിന്റെ റിലീസ് ഉണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മളൊരു സിസ്റ്റത്തിനെ ഒരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ആ ഗ്രാഫിന് പറയുന്ന പേരാണ് എന്ത്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ഓക്കെ, ഇത് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം ഡെഡ് ലോക്കിലാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് എന്ത്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. അതായത് ഒരു സിസ്റ്റത്തിന്റെ എത്ര റിസോഴ്സസ് ഉണ്ടോ, എത്ര പ്രോസസ് ഉണ്ടോ, അതിന്റെ ഓരോ അസൈൻമെന്റും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സിസ്റ്റം ഡെഡ് ലോക്കിലാണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പം ഡെഡ് ലോക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണെന്ന് പറയാം എന്ത്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. എന്താണ്, ഡെഡ് ലോക്ക്, ഒരു സിസ്റ്റത്തിനകത്ത് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ടൂളാണ് ആക്ച്വലി എന്ത്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ഇനി ഈ ഗ്രാഫിലോട്ട് വരികയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ കുറെ വെർട്ടക്സും ഉണ്ടാവും, കുറെ എഡ്ജസും ഉണ്ടാവും. ഓക്കെ, ഇനി വെർട്ടക്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോസസ് വെർട്ടക്സ് എന്നും പറയും, റിസോഴ്സ് വെർട്ടക്സ് എന്ന് പറയും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെർട്ടീസസിനെ എന്താണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, പ്രോസസ് വെർട്ടക്സുകൾ എന്നും റിസോഴ്സ് വെർട്ടക്സുകൾ എന്നും. ഓക്കെ, പ്രോസസ് വെർട്ടക്സ് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, റിസോഴ്സ് വെർട്ടക്സ് റെക്ടാംഗിളിലാണ് കാണിക്കുക. കിട്ടിയോ? വെർട്ടക്സ് രണ്ട് രീതിയിലുള്ള വെർട്ടക്സ് ഉണ്ട്, റിസോഴ്സസും ഉണ്ട്, പ്രോസസ്സും ഉണ്ട്. രണ്ടും നമ്മൾ സിമ്പിൾ വ്യത്യാസമുണ്ട്. പ്രോസസ്സ് നമ്മൾ എങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കാണിക്കുക പ്രോസസ് ആണെങ്കിൽ, റിസോഴ്സ് എങ്ങനെ കാണിക്കുക, റെക്ടാംഗിൾ ഷേപ്പിലാണ് റിസോഴ്സ് കാണിക്കുക.
ഇനി ഈ റിസോഴ്സ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞുള്ള ഇൻസ്റ്റൻസ്, സിംഗിൾ ഇൻസ്റ്റൻസ് ആവാം, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആവാം. സിംഗിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഡോട്ട് കാണിക്കും. ഓക്കെ, ഒരു ഡോട്ട് കാണിക്കും സിംഗിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇനി 5 ഡോട്ട് കാണിച്ചാൽ ആ റിസോഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ്? 5 എണ്ണം ഉണ്ടെന്നാണ് അർത്ഥം. പിടികിട്ടിയോ? മനസ്സിലായോ? റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ നമുക്ക് കുറെ ഒരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആ ഗ്രാഫിനകത്ത് നമുക്ക് പ്രോസസ്സിനെ റിസോഴ്സസിനെ ഒക്കെ കാണിക്കാം. അങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഡെഡ് ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് വെർട്ടെക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? റിസോഴ്സ് വെർട്ടെക്സ് എന്നും പ്രോസസ് വെർട്ടെക്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രോസസ് വെർട്ടെക്സ് നമ്മൾ എങ്ങനെയാണ്? റൗണ്ട് സർക്കുലർ ഷേപ്പിൽ കാണിക്കും. അതുപോലെ തന്നെ റിസോഴ്സ് വെർട്ടെക്സ് എന്ന് പറയുന്ന റെക്ടാംഗിൾ ഷേപ്പിലുമാണ് കാണിക്കുക. ഇനി റിസോഴ്സ് വെർട്ടെക്സ് എന്ന് പറയുന്ന രണ്ട് രീതിയിലുണ്ട്. എങ്ങനെയാണ്? സിംഗിൾ ഇൻസ്റ്റൻസും മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസും. സിംഗിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്? ഒരു സിംഗിൾ റിസോഴ്സേ ഉള്ളൂ എന്നാണ് അർത്ഥം. മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിസോഴ്സസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമ്മൾ റിസോഴ്സിന്റെ ഇൻസ്റ്റൻസ് ഡോട്ട് വെച്ചിട്ടാണ് കാണിക്കാട്ടോ, ഡോട്ട്. ഇനി ഈ എഡ്ജസ് രണ്ട് രീതിയിലുള്ള എഡ്ജസ് ആണ്. ഒന്ന് റിക്വസ്റ്റ് എഡ്ജും ഒന്ന് അസൈൻമെന്റ് എഡ്ജും. അതാണ് ഇവിടെ ഞാൻ ഗ്രാഫിനകത്ത് കാണിച്ച്, ഇവിടെ കണ്ടില്ലായിരുന്നു നമ്മള്? ഇവിടെ കണ്ടോ? ഈ ഫിഗറിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് റിക്വസ്റ്റ് എഡ്ജ്, ഏതാണ് അസൈൻമെന്റ് എഡ്ജ് എന്ന് പറഞ്ഞേ? റിക്വസ്റ്റ് എഡ്ജ് ഉണ്ട്, അസൈൻമെന്റ് എഡ്ജസിനെ നമ്മൾ രണ്ടായിട്ട്, റിസോഴ്സസിനെ വെർട്ടെക്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പ്രോസസ് വെർട്ടെക്സ് എന്നും റിസോഴ്സ് വെർട്ടെക്സ് എന്നും. പ്രോസസ് എങ്ങനെ കാണിക്കും? സർക്കുലർ ഷേപ്പിൽ കാണിക്കും, ഇങ്ങനെ. ഓക്കെ, ദെൻ റിസോഴ്സസ് എങ്ങനെ കാണിക്കും? റെക്ടാംഗിൾ ഷേപ്പിൽ കാണിക്കും. ഓക്കെ, ഇനി രണ്ട് എഡ്ജസ് ഉണ്ട്. എഡ്ജസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? റിക്വസ്റ്റ് എഡ്ജും അസൈൻമെന്റ് എഡ്ജും. ഇതിനകത്ത് അസൈൻമെന്റ് എഡ്ജ് ഏതാണ്, റിക്വസ്റ്റ് എഡ്ജ് ഏതാണെന്ന് പറയൂ? വെയിറ്റിംഗ് ഫോർ റിക്വസ്റ്റ് എഡ്ജ്. വെയിറ്റിംഗ് ഫോർ ആണ് റിക്വസ്റ്റ് എഡ്ജ്. യെസ്, അതായത് പ്രോസസ് 1-ൽ നിന്നും റിസോഴ്സ് 2-ലോട്ടുള്ളത് റിക്വസ്റ്റ് എഡ്ജും റിസോഴ്സ് 1-ൽ നിന്നും പ്രോസസ് 1-ലോട്ടുള്ളത് എന്താണ്? അസൈൻമെന്റ് എഡ്ജും ആണ്. ഓക്കെ, അസൈൻമെന്റ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസോഴ്സിനെ പ്രോസസ് യൂസ് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ പ്രോസസ് റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു എന്നുള്ള മീനിങ് ആണ്. അതാണ് ഇവിടെ രണ്ട് ടൈപ്പിലുള്ള എഡ്ജസ് ഉണ്ടെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? റിക്വസ്റ്റ് എഡ്ജും അസൈൻമെന്റ് എഡ്ജും. അതൊന്ന് വായിച്ചു നോക്കി എന്താണ്? റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദ റിക്വസ്റ്റ് ഓഫ് എ പ്രോസസ് ഫോർ അക്വയറിംഗ് എ പർട്ടിക്കുലർ റിസോഴ്സ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് എഡ്ജ് ലൈക്ക് PI ആരോമാർക്ക് RI. അതിന്റെ അർത്ഥം എന്താണ്? PI ആരോമാർക്ക് RIയുടെ അർത്ഥം എന്താന്ന് പറഞ്ഞേ? PI ഈസ് റിക്വസ്റ്റിംഗ് ഫോർ റിസോഴ്സ് RI. PI എന്ന് പറയുന്ന പ്രോസസ് RIക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. Okay, then assignment edge indicates the allocation of a resource to a particular process. ഒരു റിസോഴ്സ് ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അസൈൻമെന്റ് എഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ഡയറക്റ്റഡ് എഡ്ജ് ലൈക്ക് RJ assigns PI. വാട്ട് ഇസ് ദ മീനിങ്? RJ എന്ന് പറയുന്ന റിസോഴ്സ് ആര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? PI എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ എഡ്ജിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ഓർക്കുക, റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? പ്രോസസ്സിൽ നിന്നും റിസോഴ്സിലോട്ടായിരിക്കും. അസൈൻമെന്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കും? റിസോഴ്സിൽ നിന്നും പ്രോസസ്സിലോട്ടായിരിക്കും. ഓക്കെ, അതായത് ആ റിസോഴ്സ് ആ പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അസൈൻമെന്റ് എഡ്ജിന്റെ അർത്ഥം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ RJ assigns PI എന്ന് പറഞ്ഞാൽ എന്താ? RJ ഈസ് യൂസ്ഡ് ബൈ PI. PI എന്ന് പറയുന്ന പ്രോസസ്സ് RJനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ എഡ്ജിന്റെ അർത്ഥം. ഇനി PI assigns RJ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? PI ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ദ റിസോഴ്സ് RI. PI എന്ന് പറയുന്നത് RI എന്ന് പറയുന്ന റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു എന്നാണ്. ഇതാണ് റിക്വസ്റ്റ് എഡ്ജും അസൈൻമെന്റ് എഡ്ജും. മനസ്സിലായോ? ഓക്കെ, ഇനി ഇവിടെ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിന് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കണം, നോക്കിക്കേ. ഇവിടെ എത്ര പ്രോസസ് ഉണ്ട്, എത്ര റിസോഴ്സസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ,
മൂന്ന് പ്രോസസ്സ്, അതായത് P1 P2 P3 എന്ന് പറയുന്ന മൂന്ന് പ്രോസസ്സ് ഉണ്ട്. R1 R2 R3 R4 എന്ന് പറയുന്ന നാല് റിസോഴ്സസ് ഉണ്ട്. ഇനി R1 R2 R3 R4 ഇതിനകത്ത് ഏതൊക്കെയാണ് സിംഗിൾ ഇൻസ്റ്റൻസ്, ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ്? R1ഉം R3യും സിംഗിൾ ഇൻസ്റ്റൻസ്, കാരണം അതിനകത്ത് ഒരു ഡോട്ടേ ഉള്ളൂ. ഓക്കെ, R2 എന്ന് പറയുന്നതിനകത്ത് 2 ഇൻസ്റ്റൻസും R4നകത്ത് എത്രയും ഉണ്ട്? 3 ഇൻസ്റ്റൻസും ഉണ്ട്. ഓക്കെ ആണോ? ഇനി എഡ്ജസ് നോക്കിക്കേ, അതായത് ഞാൻ പറയാം, P2വിൽ നിന്നും R3ലോട്ടുള്ളത് റിക്വസ്റ്റ് എഡ്ജ് ആണോ അസൈൻമെന്റ് എഡ്ജ് ആണോ? P2വിൽ നിന്നും R3ലോട്ടുള്ളത് P2 is requesting for the resource R3 എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി ഇതിനകത്ത് അതൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. P എന്ന് പറയുന്ന P1 P2 P3 മൂന്ന് പ്രോസസ് വെർട്ടെക്സുകളുണ്ട്. R എന്ന് പറയുന്ന R1 R2 R3 R4 4 ഉണ്ട്. നമ്മൾ ഈ എഡ്ജസ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് P1 അസൈൻസ് R1 എന്ന് പറഞ്ഞാൽ എന്താ? P1 R1 എന്ന് പറഞ്ഞാൽ എന്താ? P1 is requesting for resource R1. P2 is requesting for resource R3. R1 is used by P2. Okay, R2 is used by P2. R2 is used by P1. R2 ഇവിടെ സോറി, ഇവിടെ R1 ആയിരുന്നു, ഞാൻ വിചാരിച്ചു എന്താണ്. R1 is used by P2. Okay, R2 is used by P2. R2 is used by P2. Oh yes. Then R2 is used by P1, R3 is used by P3. Okay ആണല്ലോ? നമുക്ക് അവിടെ വരച്ചു വെച്ചിരിക്കുന്ന എല്ലാ എഡ്ജസ് ആണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. Then a resource instance, one instance of resource type R1. Okay, two instance of resource type R2. അതും okay. One instance of resource type R3. അതും okay. Three instance of resource type R4. Okay. Then അടുത്ത നാലാമത്തെ പറഞ്ഞിരിക്കുന്ന process states. Process P1 is holding an instance of resource type R2 and is waiting for an instance of resource type R1. P1 എന്ന് പറയുന്നത്, P1നെ നോക്കിയേ, P1 എന്ന് പറയുന്നത് ഏത് റിസോഴ്സിനെ യൂസ് ചെയ്യുന്നേ? P1 എന്ന് പറയുന്ന ഏത് റിസോഴ്സിനെ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞേ? R2നെ യൂസ് ചെയ്യുന്നു. ഏതിനു വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്? R1ന്. R1 ആര് യൂസ് ചെയ്യുക? ഓക്കെ, P2. ഓക്കെ, അപ്പൊ P2 യൂസ് ചെയ്യാം. അപ്പം P2 എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്? R3 ആര് യൂസ് ചെയ്തോണ്ടിരിക്കുക? P3. ഓക്കെ, അപ്പം എന്താണ് അങ്ങനെ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ, പ്രോസസ്സിന്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനകത്ത് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. ഓക്കെ, അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം, ഈ ഗ്രാഫിനകത്ത് സൈക്കിൾ ഉണ്ടോ? സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആരോ മാർക്ക് നോക്കണം. ആരോ മാർക്ക്, അതായത് ഇപ്പോ R2വിൽ നിന്നും P1ലോട്ട് പോകുന്നുണ്ട്, P1ൽ നിന്ന് R1, R1ൽ നിന്നും P2, ഈ P2വിൽ നിന്നും R2വിലോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ആരോ മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് പറയാം ഇവിടെ എന്താണ്, ഒരു സൈക്കിൾ ഉണ്ടെന്ന് പറയാം അല്ലെ. ഇവിടെ ഇപ്പൊ ഇതിനകത്ത് സൈക്കിൾ ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്തവർ തന്നെ തിരിച്ചു വരുന്നുണ്ടോ നോക്കിയേ? ഇല്ല. ഓക്കെ, അപ്പൊ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് സൈക്കിൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഡെഡ് ലോക്കിൽ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ആണോ? ഈ സിസ്റ്റം ഡെഡ് ലോക്കിൽ അല്ല. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അതായത് ഇവിടെ ഇപ്പം ആക്ച്വലി R3 P1 R1ന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. R1 എന്ന് പറയുന്ന P2ന് വേണ്ടിയിട്ട് P2 യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. P2ന്റെ യൂസ് കഴിഞ്ഞാൽ എന്താണ്, അതിന് വിട്ടുകൊടുക്കാം അല്ലെ. P2 എന്ന് പറയുന്ന R3ക്ക് വേണ്ടിയിട്ട്, R3ക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന R3 എന്ന് പറഞ്ഞാൽ P3 യൂസ് ചെയ്യുന്നുണ്ട്. P3 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിട്ടുകൊടുക്കാം. ഒരു ഇൻഡെഫിനിറ്റ് ബ്ലോക്കിങ്ങിലോട്ട് പോകുന്നില്ല. മനസ്സിലായോ? ഇൻഡെഫിനിറ്റ് ബ്ലോക്കിംഗ് വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാ, ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഡെഡ് ലോക്ക് എന്ന് പറയാം. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഒരു സൈക്കിൾ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഷുവർ ആയിട്ടും പറയാം ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഡെഡ് ലോക്കിൽ അല്ലെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഇനി ഒരു സൈക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സൈക്കിൾ ഉണ്ട്, അത് ഒരു സിംഗിൾ ഇൻസ്റ്റൻസിന്റെ അവിടെയാണ് സൈക്കിൾ വന്നിരിക്കുന്നതെങ്കിൽ ഷുവർ ആയിട്ടും ഡെഡ് ലോക്ക് ഉണ്ടാവും. ഓക്കെ ആണോ?
ഇനി മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. ഇറ്റ് മേ ലീഡ് ടു ഡെഡ് ലോക്ക്. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഉറപ്പ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതാണ് 3 കണ്ടീഷൻ വരിക. അതായത് എന്താണ്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് സൈക്കിൾ ഇല്ല എങ്കിൽ ദർ ഈസ് നോ ഡെഡ് ലോക്ക്. ഡെഡ് ലോക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി സൈക്കിൾ ഉണ്ടെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാവാതിരിക്കാം. ഓക്കെ, സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഷുവർ ആയിട്ടും ഡെഡ് ലോക്ക് ഉണ്ടാവും. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഡെഡ് ലോക്കിലോട്ട് പോവാം, ചിലപ്പോൾ ഡെഡ് ലോക്ക് ഉണ്ടാവാതിരിക്കാം, ഷുവർ ഇല്ല. അങ്ങനെയാണ് നമ്മൾ എന്തറിയുന്നത്, ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നോക്കിയിട്ട് ഒരു സിസ്റ്റം ഡെഡ് ലോക്കിലാണോ ഇല്ലയോ എന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ദ ഗ്രാഫ് കണ്ടെയ്ൻസ് നോ സൈക്കിൾ ദെൻ നോ പ്രോസസ് ഇൻ ദ സിസ്റ്റം ഈസ് ഡെഡ് ലോക്ക്. ഓക്കെ, ആ സിസ്റ്റത്തിനകത്ത് ഒരു പ്രോസസ്സും ഡെഡ് ലോക്കിലല്ല. ഇഫ് ദ ഗ്രാഫ് കണ്ടെയ്ൻസ് എ സൈക്കിൾ, ഓക്കെ, ഒരു ഗ്രാഫിനകത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ പോസിബിലിറ്റി ഓഫ് ഡെഡ് ലോക്ക്. അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാ. ഓക്കെ, ഇഫ് ഓൺലി 1 ഇൻസ്റ്റൻസ് പെർ റിസോഴ്സ് ടൈപ്പ്, എല്ലാ റിസോഴ്സ് ടൈപ്പും എന്താണ്, ഒരു ഇൻസ്റ്റൻസ് ഉള്ളെങ്കിൽ ദെൻ ഡെഡ് ലോക്ക് മസ്റ്റ് ഓക്കർ, ഷുവർ ആയിട്ടും ഡെഡ് ലോക്ക് ഉണ്ടാവും. Okay, if several instances per resource type, then possibility of occurring deadlock is small. Deadlock ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കുറവാണെന്നാണ് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഈ എക്സാമ്പിളിനകത്ത് സൈക്കിൾ ഉണ്ടോ നോക്കിക്കേ. ഇതിനകത്ത് സൈക്കിൾ ഉണ്ടോ? സൈക്കിൾ ഉണ്ടല്ലേ? ഉണ്ട്. എങ്ങനെയാണ്? അതായത് P1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ P1 R1 P2 R3 P3 R2 P1, അത് സൈക്കിൾ അല്ലേ? പിന്നെയും ഉണ്ട്, ഏതാണ്? P2 R3 P3 R2. ഓക്കെ, ഇതും സൈക്കിൾ ആണ് അല്ലെ? അപ്പം എന്താണ്, ഇത് സൈക്കിൾ ഉണ്ട്. ഇത് ഡെഡ് ലോക്കിലായിരിക്കും അല്ലയോ? കാരണം അത് രണ്ടും യെസ്, 2 ഇൻസ്റ്റൻസ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് മൂന്നാമത് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് മറ്റൊരു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുക, അത് വേറെ പ്രോസസ് യൂസ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും പറയാം ഇവിടെ എന്തുണ്ടാവും, ഡെഡ് ലോക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തൊരു ഫിഗർ നോക്കാം. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വിത്ത് എ സൈക്കിൾ ബട്ട് നോ ഡെഡ് ലോക്ക്. ഇതെന്താന്ന് പറഞ്ഞേ? ഇതിനകത്ത് എന്താ, സൈക്കിൾ ഉണ്ട്, പക്ഷെ ഇവര് പറയുന്നത് ഡെഡ് ലോക്കിലല്ലെന്ന്. കാരണം എന്താന്ന് പറയും? ഇവിടെ സൈക്കിൾ ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഡെഡ് ലോക്കിൽ അല്ലെന്ന് പറയുന്നതിന് കാരണം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് R2 അല്ലെ, R2ന് 2 ഇൻസ്റ്റൻസ് ഉണ്ട്. R2ന് 2 ഇൻസ്റ്റൻസ് ഉണ്ട്. ഇത് 2 യൂസ് ചെയ്തോണ്ടിരിക്കുക. ആരൊക്കെ യൂസ് ചെയ്യുകയാണ്? P1ഉം P4 യൂസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ആരാണ് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്? P3 റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, P3ക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴാണ്? ഈ P4 വിട്ടുകൊടുത്താൽ മതി അല്ലെ? P4ന് വേറൊരു പ്രോസസ്സിന് വേണ്ടിട്ട് റിക്വസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇൻഡെഫിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഓക്കെ, P4 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വിട്ടുകൊടുത്താൽ P3 കംപ്ലീറ്റ് ചെയ്യാലോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയാം. ഇവിടെ ഇൻഡെഫിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അതായത് R2 എന്ന് പറയുന്ന റിസോഴ്സിനെ P1ഉം P4ഉം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോഴാണ് P3 റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, P3യുടെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇവർ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കണം അല്ലെ? ഒന്നെങ്കിൽ P1 വിട്ടുകൊടുക്കണം, ഇല്ലെങ്കിൽ P4 വിട്ടുകൊടുക്കണം. P1 വിട്ടുകൊടുക്കാനുള്ള ചാൻസ് ഉണ്ടോ? P1 വിട്ടുകൊടുക്കാനുള്ള ചാൻസ് ഉണ്ടോ? P1 റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ R1ന് ഉണ്ട്. R1 ആർക്ക് യൂസ് ചെയ്തോണ്ടിരിക്കുക? P2ഉം P3ഉം P2ഉം യൂസ് ചെയ്തോണ്ടിരിക്കാം. ഈ P2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ R1ന് വിട്ടുകൊടുക്കാം. ഓക്കെ, അപ്പൊ ആർക്ക് വിട്ടുകൊടുക്കാം? P1ന് വിട്ടുകൊടുക്കാം അല്ലെ? അവിടെയും എന്താണ്, ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഗ്രാഫ് ഉണ്ടെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടെന്ന് നമുക്ക് പറയണമെന്ന് ഷുവർ ഇല്ല. എപ്പോഴാണ് നമ്മൾ നോക്കുക? ഇൻസ്റ്റൻസ് നോക്കുക. ഇൻസ്റ്റൻസ് നോക്കിയിട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട് ബ്ലോക്ക് വരുന്നില്ല എങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പൊ ഈ കേസിനകത്ത് ഇവിടെ ഈ P4 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻസ്റ്റൻസ് ഫ്രീ ആവുമല്ലോ. ആ ഇൻസ്റ്റൻസിന് P3ക്ക് കൊടുക്കാലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ്, സൈക്കിൾ ഉണ്ട്, പക്ഷെ എന്താണ്, ഡെഡ് ലോക്ക് അല്ല. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്
എങ്ങനെയാണ് ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെഡ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പറ്റാന്ന്. അപ്പൊ അതെങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാം? ആദ്യമേ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്താന്ന് പറയുക, അതിൻ്റെ അകത്ത് പ്രോസസ് വെർട്ടെക്സ് ഉണ്ട്, റിസോഴ്സ് വെർട്ടെക്സ് ഉണ്ട്, അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി സിംഗിൾ ഇൻസ്റ്റൻസ്, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ്, എഡ്ജസ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ, റിക്വസ്റ്റ് എഡ്ജ്, അസൈൻമെന്റ് എഡ്ജ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഒരു ഗ്രാഫ് വരച്ചിട്ട് പറയാ ഇതിൻ്റെ അകത്ത് സൈക്കിൾ ഉണ്ട്, സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് മസ്റ്റ് ആയിട്ടും എന്തായിരിക്കും ഡെഡ്ലോക്ക്. സൈക്കിൾ ഇല്ല എങ്കിൽ ദർ ഇസ് നോട്ട് ഡെഡ്ലോക്ക് എന്നാണ്. സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പില്ല, ഒന്നെങ്കിൽ ഡെഡ്ലോക്ക് ഉണ്ടാവാം, ഡെഡ്ലോക്ക് ഉണ്ടാവാതിരിക്കാം. എന്നിട്ട് എന്താണ് ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ആണോ? ഇനി ഒരു സിസ്റ്റം ഡെഡ്ലോക്കിലായെന്ന് വിചാരിക്കുക. ഓക്കെ, ഡെഡ്ലോക്കിലായാൽ അതിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഡെഡ്ലോക്കിനെ എങ്ങനെയൊക്കെ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ആണ് പറയാം. അതിനകത്ത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡെഡ്ലോക്ക് പ്രിവെൻഷൻ, രണ്ടാമത്തത് അവോയ്ഡൻസ്, മൂന്നാമത്തത് ഡിറ്റക്ഷൻ, നാലാമത്തത് ഇഗ്നോർ. ഓക്കെ, അപ്പൊ അതിനകത്തുനിന്ന് എന്തായിരിക്കും ഡെഡ്ലോക്ക് പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വരുന്നതിന് മുന്നേ തടയണം, അതാണല്ലോ പ്രിവെൻഷൻ അല്ലെ? വന്നതിന് ശേഷം അതായത് വരും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇനി അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെന്തായാലും സംഭവിച്ചു. ഓക്കെ, അതിനെ എന്ത് ചെയ്യണം? ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മാക്സിമം ഡെഡ്ലോക്ക് ഉണ്ടാവാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഡെഡ്ലോക്ക് ഉണ്ടാവാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. ഇനി പ്രിവെൻഷൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്താണ്? അത് സംഭവിക്കുന്നതിന് മുന്നേ അതിനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് എന്തായാലും ഡെഡ്ലോക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റണം. ഇനി അതൊന്നും അല്ലെങ്കിൽ എന്താണ്? സിംപ്ലി ഇഗ്നോർ. ഓക്കെ, ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ വിട്ടേക്കാം. ഓക്കെ, ദീസ് ആർ ദ 4 മെത്തേഡ്സ് ഫോർ ഹാൻഡ്ലിംഗ് ഡെഡ്ലോക്ക്. ഇങ്ങനെ 4 മെത്തേഡ് ആണ് നമുക്ക് ഹാൻഡ്ലിംഗ് ഡെഡ്ലോക്കിനകത്ത് ഉള്ളത്. ഓക്കെ, ആദ്യത്തെ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെഡ്ലോക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡെഡ്ലോക്ക് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ? ഡെഡ്ലോക്ക് ഉണ്ടാവുന്ന എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞത്? 4 പറഞ്ഞല്ലേ? ഏതൊക്കെയാണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്. ഇത് 4 കൂടെ ഒരുമിച്ച് വന്നാലാണ് എന്തുണ്ടാവുക എന്ന് പറഞ്ഞത്? ഡെഡ്ലോക്ക് ഉണ്ടാവുക എന്നാണ്. അപ്പൊ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇതിൽ 4 ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ പോരെ? ഏതെങ്കിലും ഒരെണ്ണത്തിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ പോരെ? അല്ലേ? അപ്പൊ അതാണ് ഡെഡ്ലോക്ക് പ്രിവെൻഷനകത്ത് പറയുന്നത്. ആദ്യത്തേത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണല്ലോ. മ്യൂച്വൽ എക്സ്ക്ലൂഷനകത്ത് നമ്മൾ പറഞ്ഞ എന്താ? അറ്റ്ലീസ്റ്റ് ഒരു റിസോഴ്സ് എങ്കിലും നോൺ ഷെയറബിൾ മോഡിലായിരിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കണ്ടീഷൻ മസ്റ്റ് ഹോൾഡ് ഫോർ നോൺ ഷെയറബിൾ റിസോഴ്സസ് അല്ലെ? നോൺ ഷെയറബിൾ റിസോഴ്സസിന്റെ കേസിലാണ് നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറ്റുക. ഷെയറബിൾ റിസോഴ്സസ് ഇൻ കോൺട്രാസ്റ്റ് ഡു നോട്ട് റിക്വയർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആക്സസ് ആൻഡ് ദസ് കനോട്ട് ബി ഇൻവോൾവ്ഡ് ഇൻ എ ഡെഡ്ലോക്ക്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു റിസോഴ്സ് എങ്കിലും നോൺ ഷെയറബിൾ മോഡിൽ ഉണ്ടെങ്കിലാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഒരു റിസോഴ്സിന് ഷെയറബിൾ റിസോഴ്സസ് ആണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവുമോ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവത്തില്ല. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് റീഡ് ഓൺലി ഫയൽസ് ആർ ഗുഡ് എക്സാമ്പിൾ ഓഫ് എ ഷെയറബിൾ റിസോഴ്സസ്. റീഡ് ഓൺലി ഫയൽസ് എന്ന് പറയുന്നത് എന്താ? ഷെയറബിൾ ആയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ആക്സസ് റീഡ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവിടെ എന്താണ്? ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. If several processes attempted to open a read-only file at the same time, they can be granted simultaneous access to the file. അത് കുഴപ്പമില്ലല്ലോ. അതായത് ഒരു റീഡ് ഓൺലി ഫയലിനെ അറ്റ് എ ടൈമിൽ കുറെ പ്രോസസ് ആക്സസ് ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. Okay, in general, however, we cannot prevent deadlocks by denying the mutual exclusion condition because some resources are intrinsically നോൺ ഷെയറബിൾ. അതായത് നമ്മൾ ഇപ്പൊ മ്യൂച്വൽ എക്സ്ക്ലൂഷനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഷെയറബിൾ റിസോഴ്സസിന്റെ കേസിലാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ വരിക. അപ്പൊ നമ്മൾ എന്താക്കുക? അറ്റ്ലീസ്റ്റ് ഒരു ഷെയറബിൾ റിസോഴ്സസ് എങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക്? ഷെയറബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയറബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ അവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഹോൾഡ് ചെയ്യുമോ? ആ കണ്ടീഷൻ ബ്രേക്ക് ആക്കാൻ പറ്റില്ലേ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒന്നാമത്തേനകത്ത് പറയാ. ഡെഡ്ലോക്ക് പ്രിവെൻഷനകത്ത് പറയുന്നത് എന്താണ്?
ഷെയറബിൾ റിസോഴ്സസ് ആക്കി വെച്ചാൽ എന്താണ് നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യാതിരുന്നോളും. ദെൻ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഹോൾഡ് ആൻഡ് വെയിറ്റ് ആണല്ലോ. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യുന്നു, വേറൊരു പ്രോസസ്സ് ആ റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. വെനെവർ എ പ്രോസസ് റിക്വസ്റ്റ് എ റിസോഴ്സ് ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് എനി അതർ റിസോഴ്സ്. ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് എനി അതർ റിസോഴ്സ്. ഓക്കെ, അത് വേറൊരു റിസോഴ്സിനെയും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു, ആ പ്രോസസ്സ് വേറെ റിസോഴ്സസിനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ, അതാണ് അവിടെ പറഞ്ഞത്, ദ പ്രോസസ് ഷുഡ് ഹാവ് റിലീസ്ഡ് ഓൾ ദ റിസോഴ്സസ് ബിഫോർ ഇറ്റ് റിക്വസ്റ്റ് ഫോർ അഡീഷണൽ റിസോഴ്സസ്. എന്നിട്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, P1, ഓക്കെ, P1ന് R1 എന്ന് പറയുന്ന റിസോഴ്സ് വേണം. ഓക്കെ ആണോ? എന്നിട്ട് P1 എക്സിക്യൂഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് P1ന് R2 വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണ്, P1 R1നെ യൂസ് ചെയ്ത് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇൻ ബിറ്റ്വീൻ P1ന് എന്ത് വേണം, R2 എന്ന് പറയുന്ന റിസോഴ്സ് വേണം. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹോൾഡ് ആൻഡ് വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ P1 യൂസ് ചെയ്തുകൊണ്ടിരുന്ന R1നെ അല്ലേ, അതങ്ങ് വിട്ടുകൊടുക്കുക. ഓക്കെ, എന്നിട്ട് എഗെയിൻ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായോ? P1 എന്ന് പറയുന്നത് R1നെ യൂസ് ചെയ്ത് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ P1ന് എന്താണ്, ഇടയ്ക്ക് എന്ത് വേണം, വേറെ ഏതെങ്കിലും ഒരു റിസോഴ്സ് വേണമെന്ന് തോന്നിയാല് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോഴ്സസിനെ ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് പിന്നെ ആദ്യം തൊട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാം. അതാണ് എന്തെന്ന് പറയുന്നത്, ഹോൾഡ് ആൻഡ് വെയിറ്റിനെ ബ്രേക്ക് ചെയ്യാനുള്ളത് പറയാം. മറ്റത് എന്താണ്, ഹോൾഡ് ചെയ്യുന്നു, വേറെണ്ണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, ഹോൾഡ് ആൻഡ് വെയിറ്റിനെ എങ്ങനെയാണ് പ്രിവെൻഷനകത്ത് നമ്മൾ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കൂടിയുണ്ട്, എ പ്രോസസ് ഷുഡ് റിക്വസ്റ്റ് ആൻഡ് അക്വയർ ഓൾ ദ റിക്വസ്റ്റഡ് റിസോഴ്സസ് ബിഫോർ ഇറ്റ് ബിഗിൻസ് എക്സിക്യൂഷൻ. രണ്ടാമത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോസസ്സിന് ഏതൊക്കെ റിസോഴ്സസ് വേണം എന്നുള്ള ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക. അല്ലാതെ ഇൻ ബിറ്റ്വീൻ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക. ഓക്കെ, ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനും എന്ത് ചെയ്യുക, ആദ്യമേ തന്നെ റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിസോഴ്സിനെ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ടാമത്തെ കേസിനകത്ത് പറ്റും. ഫോർ എക്സാമ്പിൾ, ടു ടേക്ക് ദ പ്രിന്റ് ഔട്ട് ഓഫ് ദ കണ്ടന്റ്സ് ഓഫ് എ ഫയൽ, ദ ഡിസ്ക് ആൻഡ് പ്രിന്റർ ഷുഡ് ബി റിക്വസ്റ്റഡ് ബിഫോർ ഹാൻഡ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ഫയലിന്റെ ഒരു പ്രിന്റ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡിസ്കും വേണം, അതായത് ഡിസ്കിലാണല്ലോ ഫയൽ എടുക്കുക, പ്രിന്ററും വേണം അല്ലേ. അപ്പൊ എന്താണ്, നമ്മള് രണ്ടും, അതായത് നമ്മൾ ഇവിടെ ഇത്ര പറയുള്ളൂ, ആ ഫയല് പ്രിന്റ് ചെയ്യാൻ എനിക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണോ അതിനെല്ലാം ഞാൻ എന്ത് ചെയ്യാം, ഒരുമിച്ച് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ആദ്യത്തെ പ്രോട്ടോകോൾ പറഞ്ഞ എന്താണ്, ഹോൾഡ് ആൻഡ് വെയിറ്റിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാന്നാണ് പറയുന്നത്. രണ്ട് കേസസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഒന്നെന്താ പറഞ്ഞത് നമ്മള്, അതായത് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു റിസോഴ്സ് വേണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിട്ടുകൊടുത്തിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി അതല്ലാതെ രണ്ടാമത് പറഞ്ഞത്, ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം ആദ്യമേ ഇനീഷ്യലി തന്നെ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കുക. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് അത് വേറെ ഏതെങ്കിലും പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവുന്നത്. അത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ എന്ത് ചെയ്യുക, ആദ്യമേ തന്നെ എല്ലാത്തിനും റിക്വസ്റ്റ് കൊടുക്കുക. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പ്രിവെൻഷനകത്ത് മൂന്നാമത്തത് പ്രിയംഷൻ. നോ പ്രിയംഷനെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ കിട്ടിയാൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ. അതാണല്ലോ നമ്മൾ പറഞ്ഞത്. അതിനെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഇഫ് എ പ്രോസസ് ദാറ്റ് ഈസ് ഹോൾഡിംഗ് സം റിസോഴ്സസ് request another resource that cannot be immediately allocated to it, then all resources currently being held are released. Okay, അതായത് നമ്മൾ പറഞ്ഞ എന്താ, നോ പ്രിയംഷൻ എന്ന് പറഞ്ഞ എന്താ, ഒരു പ്രോസസ്സ് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പ്രോസസ്സ് ആ റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞത്, സ്റ്റോപ്പ് ചെയ്യരുത്. എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നോ പ്രിയംഷൻ പറയുന്നത്. അപ്പൊ നോ പ്രിയംഷനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം,
എന്ത് ചെയ്യണം? ആ റിസോഴ്സ് ഒരു പ്രോസസ് P1 R1നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ P2 R1ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? P1 ചെയ്തുകൊണ്ടിരിക്കുന്ന R1നെ അങ്ങ് എന്ത് ചെയ്യാം? റിലീസ് ചെയ്തിട്ട് പിന്നെയും റിക്വസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? നോ പ്രിയംഷൻ എന്ന് പറയുന്നത് തെറ്റിപ്പോയി. നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് വിട്ടു കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? എന്ത് ചെയ്യുക? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പിന്നെ റിക്വസ്റ്റ് കൊടുത്ത് ചെയ്യുക. അപ്പൊ നോ പ്രിയംഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? P1 ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസോഴ്സ് ഹോൾഡിംഗ് ബൈ P2. P2 ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസോഴ്സ് ഹോൾഡ് ബൈ P3. അങ്ങനെ എന്താണ്? n നമ്പർ ഓഫ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഒരു സർക്കുലർ വെയിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഇമ്പോസ് എ ടോട്ടൽ ഓർഡറിംഗ് ഓഫ് ഓൾ റിസോഴ്സ് ടൈപ്സ് ആൻഡ് റിക്വയർ ദാറ്റ് ഈച്ച് പ്രോസസ് റിക്വസ്റ്റ് റിസോഴ്സസ് ഇൻ ആൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എന്യൂമറേഷൻ. അതായത് P1 എന്ന് പറയുന്നത് R1ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. R1 P2 ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ റിക്വസ്റ്റ് വരുന്ന ഓർഡർ, അതായത് റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് വരുന്ന ഓർഡറിന് നമ്മൾ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനകത്തൊക്കെ പറഞ്ഞില്ലേ, രണ്ടെണ്ണത്തിന് ഒരേ സെയിം വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോവസ്റ്റ് നമ്പറിന് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്? ഇൻക്രീസിംഗ് നമ്പറിന് എന്ത് കൊടുക്കുക? കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അതിന് വിട്ടുകൊടുക്കുക. അപ്പൊ പിന്നെ എന്താണ്? അവിടെ ആ വെയിറ്റിംഗ് സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കണ്ടീഷൻ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്, ഇതിനെ 4എണ്ണത്തിനും എന്ത് ചെയ്യാൻ പറ്റണം? അതിന് 4എണ്ണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്ത് ചെയ്താൽ പറ്റി? എലിമിനേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എന്താണ്? സെക്കൻഡ്, ഓക്കെ, എന്താ പറഞ്ഞേ? അതായത് ഡെഡ്ലോക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെഡ്ലോക്ക് ഉണ്ടാവുന്നതിന് മുന്നേ പ്രിവെന്റ് ചെയ്യാന്നുള്ളത്. പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 4 കണ്ടീഷനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് ബ്രേക്ക് ചെയ്താൽ മതി, അവിടെ ഡെഡ്ലോക്ക് ഉണ്ടാവത്തില്ല. 4 കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, രണ്ടാമത്തത് ഹോൾഡ് ആൻഡ് വെയിറ്റ്, മൂന്നാമത്തത് നോ പ്രിയംഷൻ, നാലാമത്തത് സർക്കുലർ വെയിറ്റ്. ഇതിൽ 4എണ്ണത്തിന് ഏതെങ്കിലും ഒരെണ്ണത്തിന് എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ് ഡെഡ്ലോക്ക് പ്രിവെൻഷനകത്ത് പറയുന്നത്. പിടി കിട്ടിയോ?